ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ജേണി ജങ്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തില്ലേ. ഞാൻ ഫിസിക്കലി എനിക്ക് അത്ര നല്ല ശരീരസുഖമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു വിധത്തിലൊക്കെ നോർമലായി. അപ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. രാവിലെ തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വച്ച്, പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. സേമിയ ഉപ്പുമാവ് അത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുതിർത്താൻ വച്ചതിന് ശേഷം കടുക്, നമ്മുടെ ഉഴുന്നും പരിപ്പ്, സവാള അരിഞ്ഞത് എല്ലാം കൂടെ വശട്ടി പറക്കി എടുത്തിട്ട്, വേണമെങ്കിൽ ടേസ്റ്റിന് നമുക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളക് ഇടാം. പിന്നെ അഡീഷണലായിട്ട് എന്തെങ്കിലും വെജിറ്റബിൾസ് ഇടുന്നത് ഇഷ്ടം, ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ഇടാം കേട്ടോ. എന്നിട്ട് ഞാനിതൊന്നും ഇട്ടിട്ടില്ല, ഞാൻ സവാള മാത്രം തന്നെയാണ് ഇട്ടത്. അപ്പോൾ കുറച്ച് വെള്ളം, അത് നമ്മൾ കുതിർക്കാൻ വേണ്ടി വച്ച സമയത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയി ഞാൻ ഒഴിച്ചത്. അതിൽ അങ്ങനെ ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഒരു വിധത്തിൽ അതിനെ തട്ടിക്കൂട്ടി ഇളക്കി പറക്കി എടുത്തതാണ്. പിന്നെ അതിൽ കുറച്ച് തേങ്ങ ആഡ് ചെയ്യണം. തേങ്ങ ആഡ് ചെയ്ത് കുറച്ച് നേരം കിണ്ടുമ്പോഴത്തേക്ക് അതാവും കേട്ടോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഒക്കെ ലീവല്ലേ, അപ്പോഴത്തേക്കും പതുക്കെയാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ നേരെ നന്ദിനിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവൾക്ക് കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളം എടുത്ത് എൻ്റെ ദേഹത്ത് മൊത്തം അങ്ങ് വെച്ച് തേക്കുകയാണ് കേട്ടോ. പുണ്ണാക്കാണേ ദേഹത്തൊക്കെ ഉള്ളത്. അപ്പോൾ എന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇടിക്കും. ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അത് വൃത്തിയാക്കാനാണ് ഞാൻ അവിടെ പോയത്. എന്നെ നല്ല രീതിയിൽ ഇടിക്കും കേട്ടോ. എന്നെ കണ്ട അത് കുറച്ച് സമയം എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് അവൾ പെട്ടെന്ന് അന്യ സ്റ്റൈൽ അങ്ങ് കാണിക്കും. ഞാൻ പോകുമ്പോഴും ഞാൻ വിചാരിക്കും അവൾ അമ്പിയാണെന്ന്. കുറച്ച് നേരം കഴിയുമ്പോഴല്ലേ അവളെ തനി സ്വഭാവം പുറത്ത് കാണിക്കുന്നത്. അവൾ അന്യനായിട്ട് എന്നെ ചവിട്ടിക്കൂട്ടി അവിടെ വയ്ക്കും കേട്ടോ, ഇടിച്ച്. അങ്ങനെ അതൊക്കെ ആയി. പിന്നെ അവൾക്ക് കുറച്ച് വെള്ളവും വൈക്കോലും ഒക്കെ ഞാൻ എടുത്തിട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ കുടിച്ച് ഇപ്പം 2-3 ദിവസം കൊണ്ട് വെള്ളം അങ്ങനെ വലുതായിട്ട് കുടിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു പുണ്ണാക്ക് മാറിയത് കൊണ്ടാണോ എന്നറിയില്ല. ഇപ്പം ആശാത്തിക്ക് വെള്ളം കുടിക്കാൻ ഇത്തിരി മടിയുണ്ട്. എന്നാലും ഞാൻ ചെറു ചൂടോടെയാണ് വെള്ളം കൊടുക്കുന്നത്. തണുത്ത വെള്ളം കൊടുക്കൂല ഞാൻ. ആ ചെറു ചൂടോടെ കൊടുത്തിട്ട് ഒരു ദിവസം തണുത്ത വെള്ളം കൊടുത്താൽ പിന്നെ അത് കുടിക്കാൻ വലിയ പാടാണ്. അപ്പം തണുപ്പൊക്കെ അല്ലേ, പാവമല്ലേ എന്ന് വിചാരിച്ചാണ് ചെറു ചൂട് വെള്ളത്തിൽ പുണ്ണാക്കൊക്കെ ഇട്ട് കഞ്ഞിവെള്ളവും ചോറും പിന്നെ ദോശ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഞാനത് ഒരു കലക്ക് പോലെ കലക്കി കൊടുക്കുകയാണേ. അപ്പം നമ്മുടെ ലൈബ്രറിയിൽ വന്ന് ഞാൻ കുറച്ച് ചെടിയൊക്കെ കൊണ്ട് നട്ടില്ലേ, ഓണത്തിന് വേണ്ടി, ഓണ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് പൂക്കളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെന്തിച്ചായും കുറച്ച് ചെണ്ടുമല്ലിയൊക്കെ കൊണ്ട് നട്ടിരുന്നേ. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോഴേ. ഒരു വിധത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്, അത്യാവശ്യം ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി വെള്ളമൊക്കെ അടിച്ചു കൊടുക്കണം. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഞാൻ തന്നെ കേട്ടോ. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം എനിക്കാണ് കേട്ടോ. ഈ വെള്ളം അടിപ്പും ഇതിനെ പരിപാലിപ്പും ഒക്കെ. അങ്ങനെ ഒരു വിധത്തിലൊക്കെ അവിടെ കിടന്ന കുപ്പിയൊക്കെ ഞാൻ പറക്കി കളഞ്ഞതാണ്. ഞാൻ ഇപ്പം പോണതെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദിനിക്ക് വേണ്ട പുല്ല് അവിടെ എവിടെ ഉണ്ടോ എന്ന് നോക്കി പോണതാണ്. കുറച്ച് ദൂരം അങ്ങ് പോയപ്പോഴത്തേക്കും അവിടെ മൊത്തം കാടാണ്. നല്ല കാടാണ് കേട്ടോ. അതിൻ്റെ അകത്ത് പിന്നെ ഇഷ്ടമാതിരി പാമ്പുകളുണ്ട്, ചേരയുണ്ട്, പാമ്പുണ്ട്, അണലിയുണ്ട്, മൂർഖനുണ്ട്, പല വിധത്തിലുള്ള പല സൈസ് പാമ്പുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിടിച്ചെടുക്കാം കേട്ടോ. അത്രമാതിരി പാമ്പുകളുണ്ട് ഇവിടെ. അപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ പോകാനായിട്ട് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ പുറത്ത് കറങ്ങേ ഉള്ളൂ. അപ്പോഴവിടെ ഒരുപാട് പുല്ലുകൾ നിറയെ നിൽക്കുന്നത് കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് പുല്ലൊക്കെ അടർത്തെടുക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ഒരു പുല്ല് ഞാൻ അവൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതൊന്ന് കൊടുത്താൽ അവൾ കഴിക്കുമെന്ന് നോക്കിയിട്ട്, അങ്ങനെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഇവിടുന്ന് പിച്ചി എടുത്തുകൊണ്ട് പോവാമല്ലോ, അടുത്ത് തന്നെയല്ലോ. അവനെ ഒരുപാട് കൊണ്ട് വയ്ക്കാതെ ആവശ്യത്തിന് അപ്പോഴപ്പോഴായിട്ട് വന്ന് പിച്ചി എടുത്തുകൊണ്ട് പോവാമല്ലോ എന്ന്. അപ്പോൾ ഫ്രഷായിട്ട് ഇരിക്കുകയും ചെയ്യും, വാടത്തുമില്ല. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച് വന്നത്. അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് അപ്പോഴത് അവൾ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ
ഉച്ചക്കത്തേക്കുള്ള ഒരു പുറപ്പാടിലാണ്. ഉച്ചത്തേക്കുള്ള കറിക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ അടുക്കളയിലിട്ട് കയറി. അപ്പോൾ ഇത് കോവയ്ക്ക് മെഴുക്ക് പുരട്ടുണ്ടാക്കാനാണ് പോണത്. ഈ കോവയ്ക്കാണെങ്കിൽ ഞാൻ നട്ട് സ്വന്തമായിട്ട് വിളവെടുത്തതാണ്. പിന്നെ ഞാൻ ഒരു 2 കോവക്ക തൈ വാങ്ങിച്ച് കൊണ്ട് നട്ടേ. അത് ആകാശം വരെ അങ്ങ് പടന്ന് പന്തലിച്ച് എൻ്റെ പ്ലാവിലും കയറി അങ്ങ് മേളിൽ കയറിപ്പോയേ. പിന്നെ നമുക്കത് അടക്കാൻ പറ്റൂലല്ലോ. അതെല്ലാം മേളിൽ പോയി നശിച്ചു പോയി. ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അടക്കാൻ പറ്റാത്തത് കൊണ്ട് താനേ അത് പഴുത്ത് വന്ന് വിഴുന്ന് തൊഴിഞ്ഞു പോയതാണ്. ഇടയ്ക്ക് ഇവക്ക് ഈ ഷെഡൊക്കെ കെട്ടാൻ നേരത്ത് അവിടെ മൊത്തത്തിൽ ആ കോവയ്ക്ക് കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കമ്പൊക്കെ മിച്ചം കിട്ടിയതിനെ ഞാൻ അവിടെ ഇട്ട് പാവി തിളിപ്പിച്ചെടുത്തതാണ്. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ പൂക്കളൊക്കെ വന്ന് തുടങ്ങി. അതിൻ്റെ ഇനി വള്ളിയൊക്കെ പടർത്തി വിടണം. നല്ല ഒരു ഇനത്തിൽപ്പെട്ട ഒരു കോവയ്ക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പവും നീളവും ഉള്ള ഒരു കോവലിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. കോവയ്ക്ക് കുറേ സൈസ് ഉണ്ടല്ലോ, ചെറുത് വലുത് അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് അത്യാവശ്യം വലിയ കോവയ്ക്കയാണ്. പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ നമുക്ക് അമരയ്ക്ക തോരനാണ് കേട്ടോ ഇന്ന് വെക്കണത്. ഇവിടെ തോരൻ, മെഴുക്ക് പുരട്ടി, പിന്നെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ വേണം. പിന്നെ കറികളും പിന്നെ ചമ്മന്തിയൊക്കെ ഇവിടെ മസ്റ്റാണ് കേട്ടോ. എന്നും മീൻ കഴിക്കാത്തത് കൊണ്ട് അതുപോലത്തെ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഞാൻ തയ്യാറാക്കി വയ്ക്കുവേ. അപ്പോൾ ഇന്ന് കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ അമരയ്ക്ക തോരൻ, പിന്നെ ചെറിയൊരു ചമ്മന്തി, പിന്നെ മോര് ഉണക്കമുളക് വറുത്തെടുത്തത്, പിന്നെ പപ്പടം, പിന്നെ പച്ചടിയാണ് കേട്ടോ. വെള്ളരിക്ക പച്ചടിയാണ് വെച്ചത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ. പിന്നെ ഇവിടെ തൈരൊന്നും അധികം വലിയ രീതിയിൽ നമ്മളിവിടെ യൂസ് ചെയ്യാറില്ലേ. കാരണം തൈരത്ര ഇവിടെ കഫവും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തൈര് ഇപ്പോഴും തൽക്കാലത്തേക്ക് ഞാൻ ഒഴിവാക്കി. അല്ലെങ്കിൽ ഇവിടെ തൈര് സാധവും അതും ഇതുമൊക്കെയാണ്. അപ്പോഴിപ്പോൾ തൈര് തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചോറ്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, പിന്നെ അമരയ്ക്ക തോരൻ, മുളക്, ചമ്മന്തി, പപ്പടം, പിന്നെ പച്ചടി, വെള്ളരിക്ക പച്ചടി, ഇതെല്ലാം കൂടെയൊക്കെ ഞാൻ എടുത്ത് ഒരു പിടി പിടിച്ചു ഉച്ചയ്ക്ക്. പിന്നെ ഇത്രയൊക്കെ തന്നെ കേട്ടോ ഉച്ചയ്ക്കുള്ള കറികൾ. പിന്നെ ചോറൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഫുഡിൽ നമ്മളെ ഡോമിക്കും പൂച്ചക്കുട്ടന്മാർക്കും ഒക്കെ അവർക്ക് ഒരു മുട്ടയൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്, മീനില്ലാത്തത് കൊണ്ട്. പിന്നെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ നിന്നപ്പോൾ ഞാനങ്ങനെ വെറുതെ അങ്ങനെ നിന്നതാണ്. അപ്പോഴാണ് നല്ല മഴ, പുറത്ത് നല്ല മഴയാണ്. മഴയൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, അത്രയ്ക്ക് മഴയാണ് കേട്ടോ. നല്ല മഴയാണേ പുറത്ത്. അങ്ങനെ ഒരു വിധത്തിൽ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് നന്ദിനീൻ്റെ അടുത്തോട്ട് പോയി. അപ്പോഴത്തേക്കും അവൾ അവിടെ കിടക്കുകയായിരുന്നേ. പിന്നെ അവൾക്ക് പോച്ചയൊക്കെ വെച്ച് പോച്ച കൊടുത്ത്, പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത്, വൈക്കോലൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ അവളുടെ അടുത്തൊക്കെ പോയി കുറച്ച് സമയമൊക്കെ നിന്ന്. അപ്പോഴത്തേക്കും വൈകുന്നേരം ഞാൻ ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കാത്തത് കൊണ്ട് വൈകുന്നേരത്തെ വെള്ളം കുറച്ച് കുടിച്ചു. കാരണം വിശപ്പുണ്ടല്ലോ, ഇത്രയും സമയമൊക്കെ ആയില്ലയോ. അങ്ങനെ മഴയൊക്കെ പിടിച്ച് ആശാത്തി അങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ തറയിൽ. അപ്പോഴത്തേക്കും കുറച്ച് സമയമൊക്കെ കുറച്ച് പോച്ചകളൊക്കെ എടുത്ത് എല്ലാം മഴ നനഞ്ഞ് പോയി. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഞാൻ പറക്കിയെടുത്താണ് കേട്ടോ അവിടെ കൊണ്ട് പോച്ചയൊക്കെ പുകച്ചു വിട്ടത്. ഭയങ്കര കൊതുവല്ലേ, അപ്പോഴത്തേക്ക് ആ കൊതു കടിക്കാതിരിക്കാനാണ് ഞാൻ എന്നും അത് ചെയ്യാറുണ്ടേ. പിന്നെ അവളുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതി ഞാൻ വന്നതാണേ. അപ്പോഴത്തേക്ക് ഇനി എനിക്ക് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറാവണമെന്ന് വിചാരിച്ചാണ് ഞാനിങ്ങ് വന്നതേ. നല്ല മഴയാണ് കേട്ടോ പുറത്ത്, അസാധ്യ മഴയാണ്. ഇങ്ങനെ മഴ നല്ല രീതിയിൽ മഴയുണ്ടേ. അപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.